ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? പാപത്തിൻ്റെ അടിമച്ചങ്ങലയിൽ നിന്ന് ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ദീർഘനാളുകളായി പാപസ്വഭാവത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഈ ലോകത്തിലെ സുഖമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ദൈവത്തോടുകൂടെ നടക്കുവാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ, നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ട് കഴിയാതെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഭാരപ്പെടേണ്ട. നിങ്ങളുടെ പ്രകൃതി അറിയുന്ന ദൈവം തന്നെ നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ പാപം, മരണം വാഴിച്ചു തുടങ്ങിയത് ആദ്യ മനുഷ്യനായ ആദമിൻ്റെ അനുസരണക്കേട് നിമിത്തമാണ്. മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോഴാണ് പാപവും മരണവും ലോകത്തിൽ കടന്നത്. അത് പിന്നെ സകല മനുഷ്യരിലും വാഴിച്ചു നടത്തി. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുവാൻ ദൈവം തന്നെ മുൻകൈയെടുത്തു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും വാഴ്ചയിൽ നിന്ന് പുറത്തു വരുവാൻ മാനവകുലത്തിന് കഴിയാതിരുന്നപ്പോൾ നമ്മെ മെനഞ്ഞ നമ്മുടെ സൃഷ്ടിതാവ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. യേശു എങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചത്? അനുസരണക്കേട് നിമിത്തം വന്ന ശാപത്തെ അഴിക്കുവാൻ യേശു കർത്താവ് ചെയ്തത് അനുസരണം തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. അനുസരണം കൊണ്ടാണ് യേശു കർത്താവ് ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചത്. അനുസരണക്കേട് നിമിത്തം വന്ന ബന്ധനത്തെ അഴിക്കാൻ യേശു എടുത്ത ആയുധം അനുസരണമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പാപസ്വഭാവങ്ങളിൽ നിന്നും ഒരു വിടുതലുണ്ട്. നാളുകളായി നിങ്ങൾ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഈ സ്വഭാവത്തിൽ നിന്നൊരു വിടുതലുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങൾ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. അതെ, പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്നൊരു വിടുതൽ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് ലഭിച്ച ഉപദേശ രൂപത്തെ നാം അനുസരിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അനുസരണമാണ് ഇന്ന് പകൽ നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് ബോധം നൽകിത്തരും. പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന നൽകിത്തരും. എന്നാൽ ആ ദൈവിക ആലോചനയോട് പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഒരു വചനം ഇങ്ങനെ പറയുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, നിങ്ങളുടെ ജഡം ബലഹീനമാണ്. എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന? നിങ്ങളുടെ അകത്ത് ഒരുക്കമുള്ള ഒരു ആത്മാവുണ്ട്. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഈ ജഡീക വാഴ്ചയെ, സ്വഭാവത്തെ കീഴടക്കും. നിങ്ങളുടെ അകത്ത് മനുഷ്യൻ ശക്തിപ്പെടും. ഒരുക്കമുള്ള ആത്മാവ് ബലം ധരിക്കും. എന്നാൽ ഈ ആലോചനയോടനുസരണം കാണിക്കാൻ കഴിയാതെ പ്രാർത്ഥനയിൽ പരാജയപ്പെടുമ്പോൾ, അച്ചടക്കത്തിൽ നിന്നും അനുസരണത്തിൽ നിന്നും പിന്മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പിന്നെയും നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന ദാസ്യത്വമാണ്,
പാപത്തിൻ്റെ ദാസ്യത്വം. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചനകളോട് പ്രതികരിക്കുക. രാപ്പകൽ ദൈവവചനം ധ്യാനിക്കാനാണ് ദൈവം പറയുന്നതെങ്കിൽ അനുസരണം കാണിക്കുക. അധികാലത്തെഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന മുടക്കരുതെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുന്നതെങ്കിൽ അനുസരണം കാണിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയോട് അനുസരണം കാണിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കും. നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. യേശു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ വചനത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രവൃത്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുക. വചനത്തിൽ വിശ്വസിച്ച് വചനത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി മനസ്സ് വയ്ക്കുക, സ്റ്റെപ്പുകൾ വയ്ക്കുക. ദൈവം നിങ്ങളെ സഹായിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.